പെരുമ്പാമ്പുകൾ അവർ തൻ്റെ ഇരയെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ആഹാരം ചവച്ചരയ്ക്കുന്ന ശീലവും അതിനൊത്ത പല്ലുകളുമൊന്നും അവർക്കില്ല. അകത്തെത്തുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്ന ജോലി ആമാശയത്തിൻ്റെതും അതിലെ ദഹനരസങ്ങളുടേതുമാണ്. ഇരയുടെ അസ്ഥി വരെ അലിയിപ്പിക്കാൻ ചിലയിനം പെരുമ്പാമ്പുകൾക്ക് ആകുമത്രേ. ബർമീസ് പൈത്തൺ എന്ന് വിളിക്കുന്ന ഒരിനം പെരുമ്പാമ്പിന് ഇത്തരത്തിൽ താൻ വിഴുങ്ങിയ ഇരയുടെ അസ്ഥികളെ ഉരുക്കി വെള്ളം പോലെ ആക്കാനാകുമത്രേ. ഇത്തരത്തിൽ അസ്ഥികളെ ദഹിപ്പിക്കുമ്പോൾ പാമ്പുകളുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവ് കൂടും. ഇത് അവർക്കത്ര നല്ലതല്ല. പൈത്തൺ മൊളിയൂറസ് ബിവിറ്റേറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള ബർമീസ് പൈത്തണുകളുടെ കുടലുകളിൽ കാണുന്ന പ്രത്യേകയിനം സെല്ലുകൾ അഥവാ കോശങ്ങൾക്ക് അസ്ഥികൾ ദഹിച്ച് അധികമായി ഉണ്ടാകുന്ന ഈ കാൽഷ്യത്തെയും ഫോസ്ഫറസ് അയോണുകളെയും പുറന്തള്ളാനുള്ള കഴിവുണ്ട്. ഈ അയോണുകൾ പിന്നീട് പെരുമ്പാമ്പുകളുടെ വിസർജ്യത്തിലൂടെ ശരീരത്തിന് പുറത്തേക്ക് പോകും. പെരുമ്പാമ്പുകളെ കൂടാതെ ബോയിഡെ, കൊളുബ്രിഡ് എന്നീ കുടുംബങ്ങളിൽപ്പെടുന്ന പാമ്പുകളിലും ഇത്തരം സെല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അനക്കൊണ്ട, ഇരുതലമൂരി എന്നീ വിഷമില്ലാത്ത പാമ്പുകൾ ഉൾപ്പെടുന്ന പാമ്പ് കുടുംബമാണ് ബോയിഡെ. ട്യാസ് മ്യൂക്കോസ അഥവാ ചേരയുടെ കുടുംബമായ കൊളുബ്രിഡെയാണ് ഏറ്റവും വലിയ പാമ്പ് കുടുംബം. ഈ കുടുംബത്തിലെ ചിലർക്ക് വിഷമില്ല, പക്ഷേ ചിലർക്ക് ഉണ്ട്.